ഇന്നത്തെ വീഡിയോ കയ്പക്ക വെച്ചിട്ട് കയ്പില്ലാതെ ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കയ്പക്ക എങ്ങനെയാണ് കയ്പില്ലാണ്ട് ഉണ്ടാക്കുന്നതെന്ന്. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ചെറിയ കുട്ടികൾ പോലും നമ്മളോട് ചോദിച്ചു വാങ്ങി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു തരി പോലും കയ്പും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറയാം. ഞാനൊരു 4 കയ്പക്ക എടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് മുൻപ് തന്നെ ഞാൻ കുറച്ച് ഉപ്പും അല്പം വിനാഗിരി ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. കയ്പ്പ് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഒരു പാനിൽ അല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട്, ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ആദ്യത്തേൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതിന് അല്പം കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അല്പം വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കയ്പക്കയിൽ തന്നെ വെള്ളം ഇറങ്ങും എന്തായാലും. പിന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കയ്പക്ക് തീരെ കയ്പുണ്ടാവില്ല. അതിനാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഈ പുളിവെള്ളത്തിലും ഈ വെളിച്ചെണ്ണയിലും നമ്മൾ ആദ്യം മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പും ഇത് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇത് വെന്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള ഇത് നമ്മൾ കോരി വെച്ചിട്ടുണ്ട്. ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചില ആൾക്കാർക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതലാണ് ഇഷ്ടമുള്ളെങ്കിൽ അച്ചാറിലല്ലേ, അപ്പോൾ കൂടുതലായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്കൊരു 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ അല്പം ഉലുവ പൊടിച്ചതും, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ പൊടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് നോക്കിയിട്ടെടുക്കാം. പിന്നെ കായപ്പൊടി സാധാരണ അറിയാമല്ലോ, ഒരു എത്രയാണോ നമ്മളിപ്പോൾ എടുക്കുന്ന കയ്പ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ കായപ്പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കയ്പ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റ് കയ്പ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട്. അപ്പം മാത്രമേ ഇത് തീരെ കയ്പില്ലാതെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ അല്പം കൂടെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ കുറവായി തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഉപ്പിട്ടത്. അപ്പോൾ ഒരുപാട് ഉപ്പിട്ടിട്ട് അച്ചാർ റെഡിയാവാതിരിക്കും, കൊളായിട്ട് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ശരിക്കും നോക്കിയിടേണ്ട. ഇപ്പോൾ ഞാനിപ്പോൾ വായിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്. പിന്നെ അച്ചാറിൽ കുറച്ച് ഉപ്പുണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കൊണ്ടും പുളിവെള്ളം ഒഴിക്കുന്നത് കൊണ്ടും ആണ് ഇതിന് തീരെ കയ്പില്ലാത്തത്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വറ്റുന്നതിനനുസരിച്ച് കുറച്ച് ഞാൻ ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് തീരെ കയ്പില്ലാണ്ട് കയ്പക്ക അച്ചാർ റെഡിയാക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം. ഒട്ടും കയ്പുണ്ടാവില്ല. നമ്മൾ വേറെ എന്തോ ഒരു സംഭവം അച്ചാറിട്ടിട്ട് കഴിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ആ കയ്പയുടെ ആ ഒരു കയ്പിൻ്റെ നീരൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് ഊറി വരും. അത് ഫുള്ള് എടുത്തു മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളത്. ആ പുളിവെള്ളം വറ്റി വരുമ്പോഴാണ് വെളിച്ചെണ്ണയിൽ ഒന്നും കൂടെ ഫ്രൈ ആയിട്ട് വരിക. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ നമ്മൾ പുളിവെള്ളം വീണ്ടും ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ടൈമിലാണ് വിനാഗിരി ഒഴിച്ചിട്ടുള്ളത്. അത് വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ വിനാഗിരി ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പുളിവെള്ളം നമ്മൾ നന്നായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ വിനാഗിരിയുടെ ആവശ്യം കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കയ്പില്ലാത്ത നമ്മുടെ കയ്പക്ക അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.